ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നിഷിദാസ് കുസീൻ. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഓവർനൈറ്റ് ഓട്സ്. ഇത് ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടി ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് റോൾഡ് ഓട്സ് ആണ് ഹെൽത്തി. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഓട്സ് കുതിർത്ത് വെച്ചിട്ട് ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഇതിന്റെ വെള്ളം ഊറ്റിയെടുക്കാം. ഒരു പാത്രത്തിന്റെ മേലെ അരിപ്പ വെച്ച് അതിലേക്ക് ഈ കുതിർത്ത് വെച്ച ഓട്സ് വെച്ചു കൊടുക്കാം. ഇനി ബദാം മിൽക്ക് ഉണ്ടാക്കണം. ഞാനിവിടെ കുറച്ച് ബദാം വെള്ളം ഒഴിച്ച് 5 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അതിന്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കണം. ബദാം നല്ല സ്മൂത്ത് ആയിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ബദാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ബദാം മിൽക്ക് റെഡിയാണ്. ഇനി കുതിർത്ത് വെള്ളം ഊറ്റിയെടുത്ത ഓട്സ് ഒരു ബൗളിലേക്ക് ഇടാം. ഈ ഓട്സ് ഇങ്ങനെ കുതിർത്ത് വെള്ളം ഊറ്റാതെ ഡയറക്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഇങ്ങനെ കുതിർത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ചേർക്കാം. ഇനി മധുരത്തിന് വേണ്ടി ഞാൻ മാപ്പിൾ സിറപ്പാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മാപ്പിൾ സിറപ്പ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഈന്തപ്പഴം കുതിർത്തരച്ച് വേണമെങ്കിൽ ചേർക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മാപ്പിൾ സിറപ്പ്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കുതിർന്ന് വരുമ്പം കുറച്ചും കൂടെ കട്ടിയാവും. എത്ര കട്ടി വേണ്ടത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ബദാം മിൽക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബദാം മിൽക്കിന് പകരം കാഷ്യൂ മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം, കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ചേർക്കുന്നുണ്ട്, സിന്നമൺ പൗഡർ. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കണം. ഞാനിപ്പം മാങ്ങ ചേർക്കുന്നത്. ഒരു മാങ്ങ തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇത് ഇളക്കി കൊടുക്കാം. ഇതിനി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിനി അടച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. ഓവർനൈറ്റ് ഓട്സ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാ നല്ല കട്ടിക്ക്. ഇനി ഇതിൽ ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ സീഡ്സോ ഇട്ട് കഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഫിഗ് മുറിച്ചതിടുന്നുണ്ട്. ഇത് ഉണങ്ങിയ അത്തിപ്പഴമാണ്. ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. ധാരാളം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കുറച്ച് ആപ്രിക്കോട്ട് മുറിച്ചത്,
പിസ്ത മുറിച്ചത്, എന്തെങ്കിലും സീഡ്സ് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇടുന്നില്ല. മെലൺ സീഡ്സോ സൺഫ്ലവർ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ ഒക്കെ ഇടാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓവർനൈറ്റ് ഓട്സ് റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.